അപ്പൊ നമ്മള് സത്യം പറഞ്ഞാല് പെട്ടിരിക്കുകയാണ് അല്ലേ ബിക്കു? കുറെ നടന്ന് ഇവിടെ ഒന്നും കാണുന്നില്ല. ഇനി ഒന്നുകൂടി നമ്മൾ തിരിച്ചു പോവാൻ നോക്കണം. ബിക്കു നോക്കിയ ചുമന്ന് തൊടുത്തടാ, നോക്കടാ, തിരിഞ്ഞടാ എടാ ബിക്കു, തിരിയടാ. ഇതേ ചുമന്ന് അവൻ അവശതയായതേ. മെയിൻ അപ്പോൾ നമ്മൾ നമ്മുടെ രാവിലെ ഒന്ന് ക്ലീൻ ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പം നാസിക് മഠത്തിലാണുള്ളത്. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ക്ഷേത്രങ്ങളും പാലസൊക്കെ പോകണമെന്ന് നിൽക്കണം. അപ്പോൾ ഞങ്ങളുടെ ബഡ്മാമ ഇവിടുത്തെ പൂജാരിയാണ്, അശ്വിൻ ഭട്ട്. അശ്വിൻ ഭട്ട്. ഇതാണ് നമ്മുടെ നാസിക് മഠം. ഈ മഠത്തിലാണ് ഞങ്ങൾ ഇന്നലെ രാത്രി താമസിച്ചത്. രാത്രി 11:30 എത്തിയപ്പോൾ ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തത് അശ്വിൻ ബുഡ്വാമുമാണ്. രാമനാണ്, ശ്രീരാമനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഞങ്ങളുടെ ഇതിൻ്റെ അപ്പുറമാണ് ഞങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നത്. 2 റൂം. ആ റൂമൊക്കെ ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളി റൂമായിരുന്നു. അതെ, ഒരു ഞങ്ങളുടെ കൂട്ടത്തിൽ വരെ കണ്ണ് കാണുന്നുള്ള ആരായിരുന്നു. ഇപ്പം അതെന്തോ കാഴ്ചക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. റെഡി, പോവാൻ പോവാണ് അല്ലേ? പോവാല്ല, റെഡി ആയില്ലേ? റെഡി ആയാ ബിക്കു? ബിക്കു ഒന്ന് ഉഷാറാകട്ടെ. റെഡിയാണ്. ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് അല്ലേ? നമ്മുടെ നാസിക് മഠത്തിലെ റൂമാണ്. നല്ല സൂപ്പർ റൂമാണ് അല്ലേ ബിക്കു? നല്ല സൂപ്പർ റൂമാണ്. ഞങ്ങൾ അതെ, അത് മാത്രമല്ല ഇവിടുത്തെ എല്ലാ ഇടപാടും അല്ലേ, നമുക്ക് ഫുഡും ഒക്കെ, ഉച്ചക്കത്തെ ഊണ്, രാവിലത്തെ ഇഡ്ഡലി, ഇനി രാത്രിയിൽ നമുക്ക് പുലാവ് വരെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത റൂം ഇതാണ്. ഇത് ഡബിൾ റൂമാണിത്. ഈ റൂം എന്തുകൊണ്ട്, ഈ റൂമിലാണ് വിജയൻ ചേട്ടനും ഉണ്ണിയും നിന്നത്. അപ്പോൾ നമ്മളിവിടെ അലക്കിയിട്ടെങ്കിലും ഉണങ്ങി കിട്ടിയില്ല അല്ലേ? ഉണങ്ങി കിട്ടിയില്ല. എനിക്ക് തോന്നാത് ഇവിടെ ഇത്രയല്ല വെയിറ്റ്. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളി അല്ലേ? അടിപൊളി റൂമാണ്. അടിപൊളി റൂമാണ്. ഡബിൾ ബെഡാണ്. അതെ അതെ, റൂമും ഭക്ഷണവും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്കിനി പുലാവ്, പിന്നെ നമ്മൾ ഇവിടെ എന്താ ആവശ്യത്തിന് വെള്ളം നിറച്ചു. ഇത് നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്നിരിക്കുന്ന രാത്രിയിലത്തേക്കുള്ള പുലാവാണ് കേട്ടോ. നിറച്ചുണ്ട്. ഇത് കഴിച്ചു തീർക്കാന്നുള്ള നിസ്സാര പണിയല്ല. പുലാവ്, നമ്മുടെ ഇവിടുത്തെ, പിന്നെ തൈര്. ഉള്ളിൽ മാക്സിമം അലക്കിയിട്ട് പലതും. അപ്പോൾ അലക്കിയിട്ടുകൊണ്ട് കുറേയൊക്കെ ഉണങ്ങി കിട്ടി. ഇന്ന് വരെയുള്ള നമ്മൾ കുറേ അലക്കിയിട്ടിട്ടുണ്ട്. അതൊക്കെ ഏകദേശം ഉണങ്ങി, എല്ലാം ഉണങ്ങിയിട്ടില്ല. അത്യാവശ്യമൊക്കെ ഉണങ്ങിയെന്ന് തോന്നുന്നു. ഈ ജീൻസൊക്കെ ഉണങ്ങാൻ പണിയാണ് അല്ലേ? ജീൻസ് ഉണങ്ങിയിട്ടില്ല, ബാക്കിയൊക്കെ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്നിപ്പോൾ എത്തിയിരിക്കുന്നത് ാണ് ഗോദാവരി. ഇപ്പൊ നിൽക്കുന്നത് എവിടെയാണ്? രാംകുണ്ടാണ്. ഗോദാവരി നദിയാണ് നമ്മുടെ പുറകിലുള്ളത്. നമുക്കപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഞങ്ങളൊക്കെ റെഡി ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആദ്യത്തെ സ്ഥലമാണ് ഗോദാവരി നദി. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് ഗോദാവരി നദിയിലൊന്ന് കാലൊക്കെ മുക്കി അല്ലേ, ഗോദാവരി നദിയുടെ ആശീർവാദമൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്ഥലം ഏതാണ്? രാംകുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ നാസിക്കിൽ വന്നു കഴിഞ്ഞാൽ രാംകുണ്ടിലും കൂടി വരണം. അപ്പം നമുക്ക് ആ കാഴ്ചയിലേക്ക് പോവാം. ഇതാണ് നമ്മൾ ഈ കാണുന്നതാണ് ഗോദാവരി നദി. ഈ നദിയുടെ തീരത്ത് ആണ് രാംകുണ്ട് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ നാസിക്കിലെ സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം. നാസിക്കിലെ ഏറ്റവും പവിത്രമായ
സ്ഥലം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഇതിലൊന്ന് കാലൊക്കെ ഒന്ന് നനയ്ക്കാം. പിഗു ഇളങ്ങരുതും തെന്നും അവിടെ. അപ്പോൾ കാല് ഒന്ന് നനച്ച് തലയിലൊന്ന് വെള്ളമൊക്കെ അല്ലേ, നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ അനുഗ്രഹം മേടിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ മേടിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ തുടങ്ങാം. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ കുളിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇതെന്നാണ് പറയുന്നത്. അതാണ് രാംകുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ സ്ഥലം വളരെ പവിത്രമായിട്ട് ഭക്തജനങ്ങൾ കണ്ടു തുടങ്ങിയത്. അതുകൂടാതെ ഇവിടെ കണ്ടോ ധാരാളം പേര് ചുറ്റും കൂടിയൊക്കെ ഇരിക്കുന്നുണ്ട്. പിതൃകർമ്മം അല്ലെ മരിച്ചവരുടെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണിത്. മരിച്ചുപോയ ആൾക്കാരുടെ ചിതാഭസ്മം കൊണ്ടുവന്ന് ഇവിടെ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങ് ഇവിടെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവിടെയാണ് പണ്ഡിറ്റ് നെഹ്റു, ഇന്ദിരാഗാന്ധി എന്നീ തുടങ്ങിയ വ്യക്തികളുടെ ചിതാഭസ്മം ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത്. ഇപ്പോൾ ഇവിടെ ഈ കാണുന്നതാണ് ഒരു രാമക്ഷേത്രമാണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് ഇറങ്ങി ഒന്ന് പോയി നോക്കാം. സാധാരണ നല്ല രീതിയിൽ വെള്ളം കയറി വരുന്ന സ്ഥലമാണിത്. ഇവിടെ സൈഡിലൊക്കെ ശിവലിംഗങ്ങളും അതും ഇതൊക്കെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ രാമക്ഷേത്രമാണിത്. ഇവിടെ തൊഴുതിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. യൂട്യൂബ് കേരള के है हनुमान टेम्पल, श्रीराम टेम्पल है. ഇവിടെ എന്തോ തിരക്ക് കാണുന്നുണ്ട്. പൊതുവെ നമ്മുടെ ഇതിന് നമ്മൾ തന്നെ മാസ്ക് വെക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ഇത്. ഇതൊക്കെ ഈ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളാണ് നടക്കുന്നത്. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ ഹരിദ്വാർ ഗംഗയുടെ തീരത്ത് ആൾക്കാർ നിൽക്കുന്ന ഒരു കാഴ്ച, അതേ ഒരു കാഴ്ചയാണ്. ഇന്ന് പ്രത്യേകിച്ച് തിരക്ക് കൂടുതലാണ് ഇവിടെ. ഇവിടെ ക്ഷേത്രങ്ങളൊന്നും ഓപ്പൺ അല്ല, ഇതുവരെയായിട്ടും ക്ഷേത്രങ്ങളൊന്നും ഓപ്പൺ ആയിട്ടില്ല. ചടങ്ങുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ നമ്മുടെ ഈ കുറെ പൈസ ഉണ്ടെന്ന് ഓർക്കും. വെറുതെ പറഞ്ഞാണ്, എൻ്റെ ഡ്രസ്സിൻ്റെ ആയിരിക്കുള്ളൂ. चाय पानी का खर्चा है, गरीब लोग खाएगा, आशीर्वाद देगा, आपके सामने देगा, देखो इधर बैठे नहीं बैठे दान करके जब आए हो तो घर में नहीं जाते खाने, राम घाट पे आए तो ഇവിടെ കൂടുതൽ നേരം നിന്നാൽ പണിയാണ്. അത് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. രാംകുണ്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അടുത്തത് ഫോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യമായിട്ടാണ് നമ്മളവിടെ പോകാൻ പോകുന്നത്. അപ്പോൾ ആ ഫോർട്ടിൻ്റെ ദൃശ്യങ്ങളുമായിട്ട് കാണാം. അപ്പോൾ നമ്മൾ രാംകുണ്ടിൽ നിന്നും ഇറങ്ങുകയാണ്. അപ്പോൾ കാണാം. ഇതാണ് കപാലീശ്വർ മന്ദിർ. രാംകുണ്ടിലെ കപാലീശ്വർ മന്ദിറാണ്. മുകളിലേക്ക് ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിത് ബാഹുല ഫോർട്ട്, ഇവിടെ വഴികളൊന്നും കാണുന്നില്ല, ഒരു ചെറിയ വഴിയാണ് കാണുന്നത്.
അപ്പോൾ ഞങ്ങളൊന്ന് ആ റൂട്ടൊന്ന് നോക്കുകയാണ്. വളരെ ശ്രദ്ധിച്ച് ചവിട്ടി പോകണം. ബാഹുള ഫോർട്ട് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ചെറിയ ഫോർട്ടാണ്. ബിഗ്ഗുവാണ് മുമ്പിൽ ഞങ്ങളെ നയിക്കണത്. വല്ല പുലി ഉണ്ടെങ്കിൽ ബിഗ്ഗുവിനെ പിടിച്ചോണ്ട് പോകും. പുലി വന്നാൽ ബിഗ്ഗുവിനെ പിടിച്ചോളും. ബിഗ്ഗു ഫ്രണ്ടിൽ പോണ്ട്. പുലികൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അതിന് വിശപ്പകന്നു കഴിഞ്ഞാൽ പിന്നെ ആരെയും ഉപദ്രവിക്കൂല. അതെ, അപ്പോൾ നമുക്ക് ഒരു ട്രെക്കിംഗ് ആണ് ഇന്ന്. നാസിക്കിൽ നമ്മുടെ രാമകുണ്ട് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ട്രെക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. നല്ല അടിപൊളി കുന്നും മൊട്ടക്കുന്നൊക്കെയാണ് കേട്ടോ, സൂപ്പറാണ്. നല്ല കാഴ്ചകളാണ്. ഇത് എന്തോ നടന്നു പോണൊരു വഴി കാണുന്നതുകൊണ്ട് മാത്രം നമ്മൾ ആ വഴിയിലൂടെ നടക്കുകയാണ്. ഇവിടെ ആരും ഈ പറഞ്ഞ പോലെ ടൂറിസ്റ്റുകളെയൊന്നും കാണാനില്ല. ഒരു ഫോറിനർ വരുന്നുണ്ട്. പുറകിൽ വേറൊരു ഫോറിനർ. നമ്മളൊക്കെ ഫോറിനേഴ്സാണ് കേട്ടോ. പിന്നെ അല്ലേ, കേരളത്തിൽ നിന്ന് വരുമ്പോൾ നമ്മളൊക്കെ ഫോറിനേഴ്സാണ്, നാടൻ ഫോറിനേഴ്സ്. നല്ല അടിപൊളി ഏരിയ കേട്ടോ, കാണാൻ ഭംഗിയുണ്ട്. ഇവിടെയൊക്കെ പശുവും ചാണകമുള്ളു, ആനപ്പിണ്ടൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് പോവായിരിക്കും. നടന്നു പോയി നോക്കാം എന്താണ് അവിടെ ഉള്ളതെന്ന് അല്ലേ. ഇനി വഴി മാറിയെങ്കിൽ എനിക്ക് വേണം തിരിച്ച് കുറച്ചുകൂടി പോകേണ്ടി വരുമോ എന്നൊരു സംശയം കൂടി ഉണ്ട്. ഏതായാലും ആൾക്കാർ വരുന്ന സ്ഥലമായിട്ടാണ് തോന്നുന്നത്. കാരണം പറഞ്ഞാൽ അല്ലടാ ബിഗ്ഗു, നടന്നു പോകുന്ന വഴിയുണ്ട്. അപ്പോൾ എന്തുവായാലും ഇവിടെ നമ്മൾ നമ്മുടെ ടാർഗറ്റിൽ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും നമുക്ക് നോക്കാം. അടിപൊളി അടിപൊളി. ആ സൂര്യപ്രകാശം അടിക്കുമ്പോഴാണ് അതിൻ്റെ അല്ലടാ ബിഗ്ഗു, ആ പുല്ലുമേലൊക്കെ അടിപൊളിയായിട്ട് സൂര്യബിംബം അടിച്ച് തകർക്കുകയാണ് കേട്ടോ. ആഹാ, പ്രശ്നമായ അതെ. ഇപ്പോൾ അവിടെ ഇവിടെ ഒന്നും കൂടിയൊക്കെ വഴി വന്നിട്ടുണ്ട്. ആ വഴി ഈ വഴിയൊക്കെ സംഗമിക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല. എന്നാലും വഴിയുണ്ട്. വഴിയുണ്ട് ഓ, ഇവിടെ വണ്ടി വരുന്ന വഴിയുണ്ടോ? ഇത് വണ്ടി വരെ വരുന്ന വഴിയുണ്ട് കണ്ടാ. അത് നമ്മൾ അറിഞ്ഞില്ല. കണ്ടാ, വണ്ടി കയറി വരുന്നുണ്ട്. പിന്നെ ട്രെക്കിംഗ് ഒരു രസമാണല്ലോ അല്ലേ ബിഗു. ഇപ്പം അങ്ങോട്ടാണെന്ന് നമുക്ക് സാറിൻ്റെ അടുത്ത് ചോദിക്കാം. സാറിൻ്റെ കയ്യിലാണ് മാപ്പ് ഇട്ടിരിക്കണത്. സാറേ എങ്ങോട്ടാ? ഇവിടെ വണ്ടി വരുന്നുണ്ട് കേട്ടാ. കണ്ടാ, വണ്ടി വരുന്ന റൂട്ടാ. അതെവിടെയാ കാണിക്കണം ലൊക്കേഷൻ? അയ്യോ അതല്ല, നമുക്ക് എന്നാലും അറിയാൻ പറ്റുള്ളൂ. ഈ വഴി ആ വഴിയായിട്ട് ജോയിൻ ചെയ്യുമെന്നാണ് ബിഗ്ഗു പറയണത്. അല്ല പക്ഷെ ഇത് തിരിച്ച് അല്ല തിരിച്ച് റോട്ടിലോട്ട് എത്തുമെന്നാണ്. ഏതാ? കാരണം ഇതിപ്പോ കാണിക്കുന്ന പ്രകാരമല്ലേ, ആ ഡയറക്ഷനിലാണ് സാധനം കാണിക്കുന്നത്. ഏത് ഡയറക്ഷൻ? അല്ല അപ്പൊ ഇവിടെ വല്ല വഴി ഉണ്ടാവോ? ഇല്ല, അവിടെ പക്ഷെ വഴിയില്ല. നമുക്കേ ഇങ്ങനെ നടന്നു നോക്കാനാണ് നല്ലത്. അതിന്റെ ഒരു കണക്ഷൻ കിട്ടുമായിരിക്കും. കാർ തിരിച്ചെടുക്കാൻ കുറെ നടന്നത് ഒന്ന് സ്പീഡിൽ ഓടിച്ച് കാണിക്കുകയാണ് കേട്ടോ. അതെല്ലാം കാറിന് ലഡാക്ക് വരെ പോണെന്ന് പറഞ്ഞ ആൾക്കാർ സ്പീഡിൽ ഓടിക്കാണ്. കിലോമീറ്ററോളം നടന്നു. ലഡാക്കോൽ എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ നമുക്കിതേ ഇങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇത് എത്തൂല കേട്ടാ. ഇതിങ്ങനെ നീണ്ടു തീർന്ന് നടക്കണ വഴി.
കാണിക്കണ്ടല്ലോ. എന്തായാലും ഇങ്ങനെ നടന്നു പോയിക്കഴിഞ്ഞാൽ നീ വഴിച്ചല്ലോ. എനിക്ക് തോന്നുന്നു എയർപോർട്ട് അവിടെ എന്തോണ് മരത്തിനോളൊക്കെ നോക്കിക്കോട്ടെ. പുലിയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ബെസ്റ്റ് കുറക്കാൻ. അടി ഇനി ഇത് കിട്ടാടാ. അപ്പൊ നമ്മള് സത്യം പറഞ്ഞാല് പെട്ടിരിക്കുകയാണ് അല്ലേ ബിഗു? കുറെ നടന്ന് ഇവിടെ ഒന്നും കാണുന്നില്ല. ഇനി ഒന്നുകൂടി നമ്മൾ തിരിച്ചു പോകാൻ നോക്കണം. നമ്മുടെ പ്രായമുള്ളവര് എല്ലാ ലേഡീസിനെ അവിടെ നിർത്തിയിരിക്കുകയാണ്. വിജയൻ ചേട്ടനൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ടേക്ക് തിരിച്ചു പോകാനുള്ള ശ്രമത്തിലാണ്. അപ്പൊ നമ്മൾ പെട്ട് ഗൂഗിൾ വെച്ച് നമ്മളെ ചതിച്ച്. ഇവിടെ 160 മീറ്റർ എന്നൊക്കെയാണ് പറഞ്ഞത്. നോക്കാം, ചിലപ്പോൾ ഇനി കുറച്ചുകൂടി നമ്മൾ വണ്ടി ഓടിച്ച് അങ്ങോട്ടേക്ക് തിരിച്ച് പോയിട്ട് നമുക്ക് നോക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇക്ക് പോവാം. ഒരു മിനിറ്റ്, ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, ആകെ ആവശ്യതയാവും അല്ലേ. ഇവിടെ കണ്ട ബിഗു എന്തോ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഒന്നെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ സാറ് പറയണ കേട്ടോ, ഇന്ത്യൻ ആർമിയുടെ ഷൂട്ടിംഗ് റേഞ്ചിൻ്റെ പരിശീലനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യണമാകാം. കണ്ടാ കണ്ടാ. അപ്പം ഞങ്ങളിത് ഇപ്പോൾ വന്ന വഴിയിലൂടെ അല്ലാതെ ഒരു പരീക്ഷണമാണ്. ഇപ്പോൾ തിരിച്ച് ഞങ്ങൾ റോഡ് എത്താനായിട്ട് മെയിൻ റോഡിൽ വണ്ടി ഇട്ടിട്ടുണ്ട്. അത് റോഡ് വരെ ഇങ്ങനെ എത്താൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. നോക്കാം. വണ്ടി അവിടെ എവിടെയോ ആണ് കിടക്കുന്നത് കേട്ടോ. പക്ഷെ ഇത് ഇത്തിരി കൂടുതലാണോ നടപ്പെന്നൊരു സംശയമുണ്ട്. നമ്മുടെ വണ്ടി അവിടെയല്ലേ കിടക്കണേ? റൂട്ട് ഇവിടെ കിടപ്പുണ്ട്. സാറേ ആ റൂട്ട് പോണ കണ്ട. നമ്മളങ്ങോട്ടല്ല പോയത്, നമ്മൾ അവിടെ പോയത്. ഇല്ല, ആ റൂട്ട് കണ്ട. ഈ റൂട്ട് നടന്നു പോകണ്ട്. അതെ അതെ അതെ. അപ്പൊ അത് നമുക്ക് ഇത്തിരി കൂടി നടക്കാം. അപ്പൊ അതെ ബിഗു വഴി കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയണത്. ഇനി ബിഗുവിനെ ചീത്ത വിളിച്ച് ഞങ്ങൾ കൊല്ലും. വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ ബിഗുവിനെ ഞങ്ങൾ ഇടിക്കും പിടിച്ചിട്ട്. ആ കണ്ടാ ബിഗു അതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോകണം എന്നൊക്കെയാണ് പറഞ്ഞത്. വളരെ നിസ്സാരമായിട്ടാണ് ബിഗു പറയണത്. ഒരു നടപ്പാത വെച്ച് ഇനിയും വെച്ച് പിടിക്കുകയാണ് നമ്മൾ. ഇല്ല, അത് പശുവിനെ വളർത്തുന്ന സ്ഥലമാണ്. അപ്പോൾ മാക്സിമം നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഞങ്ങൾ നടന്ന് പിന്നെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ മുകളിൽ ഈ പാറയുടെ ആ മലയുടെ മുകളിലൊരു ചെറിയ ഗുഹ പോലെ കാണുന്നുണ്ട്. മിക്കവാറും അതാകാനാണ് സാധ്യത. ഈ ക്യാമറയ്ക്ക് 4K ക്യാമറയുടെ ഒരു കുഴപ്പം, നമുക്ക് സൂം ചെയ്ത് കാണിക്കാൻ പറ്റില്ല. അത് മറ്റേ ക്യാമറ എടുക്കേണ്ടി വരും. നോക്കട്ടെ എന്താണ് അവസ്ഥ എന്ന് ഞാൻ നോക്കട്ടെ. അവശതയായിട്ടില്ല എന്നാണ് പറയണത്. നമുക്കൊരു ഇത് കാണാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് നമ്മൾ നടന്നു പോകും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇവ കയറ്റമായി കേട്ടോ, നേരത്തെ കയറ്റമല്ലായിരുന്നു. സാറേ അത് തന്നെയാണ് കേട്ടോ സംഭവം, അത് തന്നെയാണ്. ആ കാണുന്നതാണ്
കേവ്സ്. കാലിലേ സ്ലിപ്പാണ്, വെള്ളം കയറിയിട്ട്. ഷൂ ഇടണമായിരുന്നു, ഷൂ ഇട്ടില്ല. ഇപ്പം കാണുന്നതനുസരിച്ചതേ ഈ സൂം ചെയ്ത് കാണുന്ന ഗുഹയുടെ ഭാഗത്തേക്കാണ്. അതാണ് ഫോർട്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നടക്കാനുണ്ട്. ബിഗും സാറും കൂടി ഇത്തിരി മുമ്പിലോട്ട് പോയി. ഞങ്ങളിത് ഇവിടെ ഉണ്ട്. വിജയൻ ചേട്ടൻ നടന്നു വന്നുണ്ട്. നല്ല പച്ചപ്പുള്ള സ്ഥലം, നല്ല ഭംഗിയുള്ള സ്ഥലം. ഇതായാലും ഫോർട്ട് കണ്ടില്ലെങ്കിലും അടിപൊളിയാണ്, നല്ല അടിപൊളിയാണ്. വെയിലിങ്ങനെ മങ്ങി നിൽക്കുവാണെങ്കിൽ കുറച്ചും കൂടെ. പിന്നെ പണ്ടത്തെ പോലെ അക്കരതൊക്കെയാണില്ല. വെറുതെ വേണ്ട, ഞാൻ വെറുതെ അതുകൊണ്ട് സീനടിച്ചാണേ. കിടപ്പൊന്നുമില്ല കേട്ടോ, അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. കാല് സ്ലിപ്പാകുന്നുണ്ട്, കാരണം എന്നാൽ ചെരുപ്പിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ടുള്ളൊരു വിഷയം മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഇവിടെ അത്ര ഫേമസ് അല്ലാത്തതാണ്, പക്ഷെ നമ്മളത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു സ്ഥലമാണിത്. നമുക്ക് നോക്കാം. ഇവിടെ നിർത്തി, കാരണം ഇത്തിരി ട്രെക്കിംഗ് ആണ് മുകളിലോട്ട്. അത് ജാങ്കോ പെട്ടു എന്ന് പറഞ്ഞ പോലെ ആണോ എന്നറിയില്ല. ഞാൻ രാവിലെ ഇത്തിരി ഇഡ്ഡലി കൂടുതൽ കഴിച്ചിരുന്നു. അത് ദഹിപ്പിക്കാൻ ദീപ എളുപ്പ വഴിയിലൂടെ ക്രിയ ചെയ്തല്ല, ആ വഴിയിലൂടെയൊക്കെ വന്നിട്ടുണ്ട്. ആഹാ, ദീപ എളുപ്പവഴിയിലെത്തി. അടിപൊളി. നമ്മുടെ കാറ് അങ്ങ് അകലെയാണ്. ഇതാണ് കണ്ടോ, നമുക്ക് പോകേണ്ടത് കുറച്ചുകൂടി മുകളിലുണ്ടെന്നാണ് അറിയണത്. ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അവിടെ എങ്ങാണ്ടാണ് വണ്ടി ഇട്ടിരിക്കണം. ഇത്രയും തിരിച്ചടക്കണം, നല്ല ദൂരമുണ്ട്. തിരിച്ച് സ്റ്റാർവ ഇട്ടിട്ട് വരാമെന്ന് ഓർക്കണം, അപ്പോൾ കറക്റ്റായി അറിയാൻ പറ്റും. ഏറ്റവും മുകളിൽ എത്താറായി. ടോപ്പായി, ടോപ്പ്. ഇത് അതിൻ്റെ അങ്ങോട്ടൊന്നും ഇല്ല. ബിഗുവും സാറും കൂടി നേരത്തെ പോയിട്ടുണ്ട്. എങ്ങോട്ട് പോയാവോ അറിയില്ലേ. ദീപ ഒരു സ്റ്റെപ്പിൽ അവിടെ ഇരുന്നു. ആരോ നടന്നു വന്നിട്ട് ഇനി നോക്കാം. സാറേ വിടാം സാറേ, ബാബാ. നീ നോക്കി പോയാലേ ചിലവും പെട്ടു. ഇതെന്തോ ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ. സാറേ ഇനി കൂടുതൽ വേണ്ട, പണി കിട്ടും. ഇതിവിടെ മുകളിൽ കയറിയപ്പോൾ ഒരു ബിൽഡിംഗ് ആണ്. ഇത് ക്ഷേത്രമാണ് കേട്ടോ. ഇത് ക്ഷേത്രമാണ്. ദൈവമേ വഴികാട്ടിയാക്കണേ. ഇവിടെയൊക്കെ ഒരു കോട്ടയുടെ ഒരു കണ്ടോ, നമ്മുടെ ഈ ക്യാമ്പൊക്കെ പട്ടാളക്കാരൊക്കെ ഇരിക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു സംവിധാനമൊക്കെ കാണുന്നുണ്ട്. എവിടെയാണ്? അവന്
അല്ല അത് കാണിക്കണം എന്താ ഏത് എന്ന് അവിടെ ഒരു താഴത്ത് ആട്ടിടയന്മാരാരോ വന്നിട്ടുണ്ട്. അവർ ചോദിച്ചാലും അല്ല നമുക്ക് അങ്ങനെ വെറുതെ നടക്കണ്ടല്ലോ. നല്ല കാറ്റാണ്, നല്ല കാറ്റാണ്. ഇപ്പൊ ഞങ്ങള് മുകളിലോട്ട് എത്തിയിരിക്കുകയാണ്. എന്താ അമ്പലം ഇവരൊന്നുകൂടി കുറച്ചുകൂടി കയറുകയാണ്. ആ കയറ്റം കൂടി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരും. അല്ലാതെ വേറെ വഴികളില്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം ഇതല്ല. ഇപ്പൊ സമയമായി 11:15. തിരിച്ച് ഞങ്ങൾക്ക് ഒരു സ്ഥലം കൂടി ഉണ്ട്. അത് ബ്ലോക്ക് ആകുമെന്നൊരു പേടി. 1 മണിക്ക് നമുക്ക് ഭക്ഷണം കഴിഞ്ഞ് നമ്മുടെ സ്റ്റാച്യുവിലേക്ക് യാത്ര തുടങ്ങണം എന്നാണ് ആലോചിച്ചത്, ഗുജറാത്തിലേക്ക്. അപ്പോൾ ഇനിയും കൂടുതൽ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാനിങ് മാറും. എന്താണെന്ന് വെച്ചാൽ നാളെ രാവിലെ 8:30 സ്റ്റാച്യുവിൻ്റെ നല്ല കാറ്റ്, സ്റ്റാച്യുവിൻ്റെ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് സമയം കൂടുതലെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി പാടും. ഇന്നലെ തന്നെ നമുക്കൊരു ചെറിയ പണി കിട്ടി. ടയറല്ലല്ലോ എഞ്ചിനീയറിങ് കുട്ടിയായിട്ട് ബന്ധപ്പെട്ട് ഇനി മുകളിലോട്ട് പോകുന്നത് വെറുതെ ശൂന്യമാകും എന്നുള്ള കാരണത്താൽ നമുക്ക് തിരിച്ചു പോകാൻ കഴിയുന്നത്. ഒന്നുമില്ല അല്ലേ. ഞാനാണ് ചെരുപ്പ് അവിടെ ഊരിയിട്ട് കാലിൽ തന്നെയാണ്. താഴെ കാണുന്നൊരു ചെറിയ വര പോലെ കാണണ്ട. ആ വഴിയിലൂടെ അങ്ങനെ പോണം. ഓക്കെ, പിന്നെ താഴെ എത്തിയിട്ട് വീഡിയോ ചെയ്യാം. भाई साहब इधर का प्रॉब्लम क्या है? किसका? ये इस जगह का। हाँ आप कहिए. अरे ये भाई ये सब आर्मी का एरिया है. ആർമി ഏരിയ. അപ്പോൾ ആ മിലിറ്ററിയുടെ ഏരിയ ആണെന്ന് പറയണത്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അവർ വെടിവെച്ചിടുമെന്നാണ് പറയണത് കേട്ടോ. നമ്മൾ അവിടെ അറിയാതെ കയറിപ്പോയി. आपका नाम क्या है? मेरा नाम सोमनाथ. സോംനാഥ്. സോംനാഥ് ജി. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാ അല്ലേ. कितना गाय आपका है ना? गाय गाय मेरा तो है 10-15. बहुत ज़्यादा आदमी का है. हाँ ये सारे गांव का आता है. आसपास गांव है ना? ये क्या सामने गांव है. हमको रोड तक जाने के लिए कैसा जाना है? इसी तरह. हाँ ये रोड. जी ओके थैंक यू. हम केरला से है. बोलेंगे. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാം അല്ലേ. ബിഗു വെള്ളം കുടിച്ച് തീർക്കാണ് ഗായ്സ്. ബിഗു നോക്കിയേ ചുമന്ന് തൊടുത്തടാ. നോക്കടാ, തിരിഞ്ഞടാ. എടാ ബിഗു തിരിയടാ. ദേ ചുമന്ന് അവൻ അവശതയായി. ദേ ചുമന്ന് എൻ്റെ അമ്മോ വെളുത്ത് തുടുത്ത് ചുമന്നിരിക്കണ ബിഗു. അവശത കേട്ടാ ബിഗു. ആപ്പിളാണെന്ന് ഓർത്തെടുത്തോണ്ട് പോകാൻ. അടിപൊളി അനുഭവം അല്ലേ വിജയ്? സൂപ്പർ അനുഭവം. നമ്മളത് കണ്ട ഫോട്ടോ കണ്ടാൽ ചിലപ്പോൾ ഇത്ര അനുഭവം ഉണ്ടാവൂലായിരുന്നു. ഫോട്ടോ കാണാത്താണ് ഒരു അനുഭവം അല്ലേ സാറേ. ജീവിതത്തിൽ നമുക്ക് എങ്ങനെയാണ്, നമ്മൾ പുതിയ വഴികൾ തേടിയാണ്. ഇനി നമുക്ക് വേണേൽ ഗൂഗിൾ അല്ല നമുക്ക് നമ്മൾ മിക്കവാറും ഗൂഗിൾ എച്ചിക്ക് ഒരു ഇത് കൊടുക്കും. നമ്മൾ ഇന്ന അവാർഡും കൊടുക്കും. ഇത് അവിടെ ഒരു അമ്പലം ഉണ്ടെന്നൊക്കെ കാണിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു സജഷൻ ലിസ്റ്റ് കൊടുക്കാം. ഗൂഗിൾ എച്ചിയെ കൊല്ലുമെന്നാണ് പറയണത്. നമുക്ക് നോക്കാം. എൻ്റെ കൂട്ടുകാരെ നമ്മൾ തിരിച്ചെത്തി കേട്ടോ. പക്ഷേ ഇറക്കത്തിൽ ബുദ്ധിമുട്ട് തോന്നിയാ? വളരെ പെട്ടെന്ന് ഇറങ്ങല്ലേ വേണ്ട. വളരെ പെട്ടെന്ന് എത്തിയെന്നാണ് വിജയൻ ചേട്ടൻ പറഞ്ഞത്. ഒന്നിക്കാ പെട്ടെന്ന് എത്തി, ഒരു കുഴപ്പമില്ല. ഒന്നിക്ക് ഈ മാസ്ക് ഇട്ടിട്ട് ശ്വാസം കിട്ടണില്ലെന്നാണ് പറഞ്ഞത് കേട്ടോ.
അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ കോവിഡ് ഇല്ലാത്തതുകൊണ്ട് മാസ്ക് ഇതൊക്കെ പണ്ട് കോവിഡ് വന്ന് പോയ ആൾക്കാരാണ്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ഇനി കോവിഡ് വരൂല അല്ലേ? അത്രേ ഉള്ളൂ. രണ്ട് വാക്സിനും എടുത്ത് കോവിഡും എടുത്താണ്. ഇനി അതിൽ കൂടുതലൊന്നും വരാനില്ലെന്നാണ് പറഞ്ഞത്. എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ വേറെ എന്തോ സാധനം ഉണ്ടെന്നൊക്കെയാണ് പറയണത്, ഡെൽറ്റ അങ്ങനെ എന്തോ ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി റോട്ടിൽ കിടപ്പുണ്ട്. വണ്ടി ആരെങ്കിലും എടുത്തോണ്ട് പോയൊന്നും സംശയം ഉണ്ടായിരുന്നു, അതായിട്ടില്ല കേട്ടോ. വണ്ടി അവിടെ കിടപ്പുണ്ട്. ആ വണ്ടിയുടെ അടുത്തെത്തി. റോട്ടിൽ അല്ല, അത് വഴി നമുക്ക് ഈ വഴിയുള്ളത് കൊണ്ട് പെട്ടെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇനിയും യാത്ര തിരിച്ചു തുടരാം. സാറേ, ഇനി അടുത്ത എങ്ങോട്ടാണ്? പാണ്ഡവ് കേവാണ് കേട്ടോ. പാണ്ഡവ് കേവാണ്. ഇതേപോലെ തന്നെ ആകുമെന്ന് ദൈവത്തിനറിയാം. കാരണം മഹാരാഷ്ട്രയിൽ നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനൊന്നും വേണ്ട രീതിയിലുള്ള ഒരു ഉഷാറില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആവില്ലോ. അപ്പോൾ ഞങ്ങൾ വഴി പെട്ട് അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ സൂക്ഷിച്ച് വന്നാൽ വളരെ മോശം അവസ്ഥയാണ്. വണ്ടിയിൽ കയറുമ്പോൾ പണി കിട്ടും. നോക്കി നടക്കണം കേട്ടോ. ശരി. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയിൽ കയറി അടുത്ത യാത്രയിലേക്ക് പോവാം. പാണ്ഡവ് കേവ്. അപ്പോൾ നമ്മൾ കാട്ടിൽ പെട്ടു, പക്ഷെ രക്ഷപ്പെട്ടു. ഇനി അടുത്ത യാത്ര.